ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മെയ് മാസത്തിലേക്ക് നാം പ്രവേശിക്കാം. മെയ് മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ വണക്കം സൂക്ഷിക്കുന്ന ഒരു മാസമാണ്. ഈ അടുത്ത് ഏതാണ്ട് 4ഓ 5ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈ മെയ് മാസത്തിൻ്റെ സ്പെല്ലിങ് തെറ്റാണെന്നാണല്ലോ അമ്മാമ്മ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് തെറ്റാനുള്ള കാരണം? ബാക്കി എല്ലാ മാസങ്ങൾക്കും 4ഉം അതിൽ കൂടുതലും അക്ഷരങ്ങളുണ്ട്, പക്ഷേ മെയ്ക്ക് മാത്രമേ 3 അക്ഷരങ്ങളുള്ളൂ. അപ്പോൾ ഒരക്ഷരം അവർ എഴുതാൻ വിട്ടുപോയതാണ്. ആ വിട്ടുപോയ അക്ഷരം 6ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അമ്മാമ്മ പറഞ്ഞതെന്നാണ്, അതിനകത്തുനിന്ന് 6 നഷ്ടപ്പെട്ടു. ശരിക്കും അത് മെയ് മാസമല്ല, മേരി മാസമാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് ഈ അമ്മാമ്മ ഈ കൊച്ചിനോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. ഈ 6 എന്ന് പറയുന്നത് നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് 6 എന്ന് പറയുന്നത് റോസരിയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മെയ് മാസത്തിൽ ഒരുപാട് ജപമാലകൾ ചൊല്ലി പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് വണക്കം സൂക്ഷിക്കുമ്പോൾ ആ മാസത്തിൻ്റെ അക്ഷരത്തെറ്റ് നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തെ എങ്ങനെ നീ മനസ്സിൽ സൂക്ഷിക്കണമെന്ന് ആ അമ്മാമ്മ ആ കുഞ്ഞിന് വളരെ രസകരമായിട്ട് പറഞ്ഞു കൊടുത്തു. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അത് ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ തൻ്റെ അമ്മയെപ്പറ്റി എന്നോട് പറഞ്ഞ വേറൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, മെയ് മാസം പരിശുദ്ധ അമ്മയെ വണങ്ങാനുള്ള ഒരു മാസം മാത്രമായിട്ട് തരം താഴ്ത്തരുത്. മെയ് മാസം പരിശുദ്ധ അമ്മയായി മാറാനുള്ള ഒരു മാസമാണ്. എന്നിട്ട് ദൈവമായ കർത്താവ് എന്നോട് പറഞ്ഞു തന്നത്, നിന്നോട് ആ കൊച്ചു പറഞ്ഞത് വളരെ സത്യമാണ്. മെയ് മാസത്തിൻ്റെ സ്പെല്ലിങ് തെറ്റാ, അതിൽ 6 ചേർക്കണമെന്ന് ഞാനും നിന്നോട് പറയാം. പക്ഷേ 6 എന്ന് പറയുന്നത് റോസരിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയാനല്ല എനിക്ക് ആഗ്രഹം, മറിച്ച് 6 എന്ന് പറയുന്നത് റിപ്പൻഡൻസ്, അതായത് പൂർണ്ണമായ പശ്ചാത്താപം. പ്രിയമുള്ളവരെ, പൂർണ്ണമായ പശ്ചാത്താപത്തോടു കൂടെ കുമ്പസാരക്കൂടിനെ സമീപിച്ച് ഈ മാസം നീ പരിശുദ്ധ അമ്മയായി രൂപാന്തരീകരണം നടത്തണം എന്ന് ദൈവമായ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുക. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അത് സംഭവിക്കുക? ഓരോ കുമ്പസാരക്കൂടും പരിശുദ്ധ അമ്മയായി മാറാനുള്ള ഒരു രൂപീകരണ ശാലയാണ്. അതേ പ്രിയമുള്ളവരെ, മാമോദീസായിലൂടെ നാം ഉത്ഭവ പാപത്തിൽ നിന്ന് വിമുക്തരാണ്. പിന്നീട് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നാം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കർമ്മപാപം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കർമ്മപാപം നമ്മിൽ നിന്ന് ദൂരീകരിക്കുന്ന ഒരു സ്ഥലമാണ് കുമ്പസാരക്കൂട്. അത് വെറുതെ കുമ്പസാരിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, മറിച്ച് പശ്ചാത്താപത്തോടു കൂടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ്, മരിക്കാനും ഞാൻ സന്നദ്ധയാണ്. അത്രമാത്രം ഹൃദയവ്യതയോടുകൂടെ പാപത്തിൽ നിന്ന് ദൈവമേ ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, നിൻ്റെ സഹായത്തോടു കൂടെ എന്നേക്കുമായി മാറ്റി നിർത്താൻ നീ തന്നെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന തീവ്രമായ ആഗ്രഹത്തോടു കൂടെ കുമ്പസാരക്കൂടിനെ സമീപിച്ച് നമ്മളുടെ കർമ്മപാപങ്ങൾ അവിടെ ഇറക്കി വയ്ക്കുമ്പോൾ നാം അമ്മയായി ഉയർത്തപ്പെടുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഓരോ കുമ്പസാരക്കൂട്ടിലും സംഭവിക്കുന്നത് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ അവസ്ഥയിലേക്ക് ഉയർത്തുകയാണ്. അതെ, ഉയർത്തപ്പെടാൻ എളുപ്പമാണ്, പക്ഷേ അവിടെ തന്നെ നിലനിൽക്കാനാണ് ബുദ്ധിമുട്ട്. പരിശുദ്ധ അമ്മയുടെ ഈ മാസം അമ്മയെ വണങ്ങാനുള്ളൊരു മാസമല്ല, അമ്മയായി മാറാനുള്ള ഒരവസരമാക്കിയെടുക്കാം. നന്നായി പശ്ചാത്താപത്തോടു കൂടെ കുമ്പസാരക്കൂട്ടിലൂടെ കടന്നുപോയി അമ്മയുടെ അവസ്ഥയിലേക്ക് പുത്രനാൽ ഉയർത്തപ്പെടാം. ഉയർത്തപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല, അതേ അവസ്ഥയിൽ നിലനിൽക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മയിലൂടെ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ച് ജപമാല ചൊല്ലി വണക്കമാസ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് അമ്മേ, നിന്നെപ്പോലെ നിൻ്റെ അവസ്ഥയിൽ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് തീവ്രമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.